ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്കാണ്. അത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ അതിനായിട്ട് 2 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ മസാല വഴറ്റാനായിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ഇട്ടേക്കുന്നത്, 2 പച്ചമുളക്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലൊക്കെ ഞാൻ 1 സവാള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുവാണ്. ഉള്ളി ഒന്ന് വാടി വരാനായിട്ട് നമ്മളതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 2 കറിവേപ്പില, ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരണം. അതുവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലക്സ് ഇട്ടിട്ടുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വെച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളിയെല്ലാം ഒന്ന് അരപ്പുവട്ടൊന്ന് വെന്ത് വരാനായിട്ട് സ്വല്പം വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് 1 പിടി മല്ലിച്ചീരയും കൂടി ഇടുവാണ്. ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. ആ വെള്ളമെല്ലാം ഒഴിച്ചത് വറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിച്ചീര ഇടാം. കിഴങ്ങ് ഞാൻ വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 3 മുട്ട ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. അതാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇതിന് പകരം ചിക്കൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇതേ കണക്കാണ് ഞാൻ മുട്ട എടുത്തേക്കുന്നത്. ഗ്രേറ്റ് ചെയ്യാൻ നേരം നമ്മൾ മുട്ട ചീവി എടുക്കാൻ നേരം ഒരുപാട് ബലം കൊടുക്കാതിരുന്നാൽ പെട്ടെന്ന് നമുക്ക് ചീവി എടുക്കാൻ പറ്റും. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ദോശ ഇടുന്ന ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് മാവ് ഒഴിച്ച് ചുട്ടെടുക്കാം.
തീ കുറച്ച് വെച്ച് നമുക്ക് മുരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ ബാക്കിയുള്ള മാവിനും ഇതെല്ലാം കൂടി ചുട്ടെടുക്കാം. നമുക്ക് അപ്പോൾ നമ്മൾ എല്ലാ ദോശ പോലെ നമ്മൾ ഏതിനൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇത് ഞാൻ ഒരു സൈഡിലോട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇതുണ്ടാക്കിയത് കുറച്ച് വലിപ്പത്തിലാണ്. നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ആ ദോശയുടെ വലിപ്പത്തിനനുസരിച്ച് വേണം നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ. നമുക്കിനി ഇത് ഒരു സൈഡിലോട്ട് മടക്കി കൊടുക്കാം. ഇത് കണക്കെ ഇരിക്കും. നമുക്കിനി ഇതൊന്ന് മൊരിച്ചെടുക്കാറുണ്ട്. അപ്പോൾ മൊരിച്ചെടുക്കാനായിട്ട് നമ്മൾ കുറച്ച് ബട്ടറാണ് എടുത്തേക്കുന്നത്. ബട്ടറോ നെയ്യോ വേണം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാൻ. എണ്ണ ഒഴിച്ചു കൊടുക്കരുത്, എങ്കിലേ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. തീ കുറച്ച് വെച്ച് വേണം, ബട്ടർ കരിഞ്ഞു പോകും. അപ്പോൾ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. തിരിച്ചും മറച്ചിട്ട് നമുക്ക് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ രുചികരമായ നമ്മളെ സ്നാക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.